ഇന്ന് നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണെങ്കിലും എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്ത സമയം കിട്ടിയത് കേട്ടോ. പിന്നെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണേ. അപ്പോൾ നേരെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും മുളകും കുറച്ച് വെള്ളം കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് മാമ്പഴമൊക്കെ അതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാവേ. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്. സത്യം പറഞ്ഞാൽ പുളിക്ക് വേണ്ടിയിട്ട് തൈരോ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ ഒന്നും ആഡ് ചെയ്യാതെ ഒരു തട്ടിക്കൂട്ട് ഐറ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി ഐറ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോയി. ഞാൻ വീഡിയോ കണ്ട് ഉണ്ടാക്കാനാണ് ഇരുന്നത്. അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അപ്പുറമുള്ള അമ്മ പറഞ്ഞത്, മക്കളെ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും. അങ്ങനെ ട്രൈ ചെയ്താണ്. പക്ഷേ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ സെറ്റായിരുന്നു കേട്ടോ. ഇൻഗ്രീഡിയൻസിൽ കുറവുണ്ടെന്നേ പറയില്ല കേട്ടോ. പിന്നെ മാങ്ങയൊക്കെ വെന്ത് തേങ്ങയൊക്കെ സെറ്റായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് താളിച്ചെടുത്താൽ അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചുണ്ടല്ലോ മക്കളെ, ഒന്നും പറയാനില്ല.